ഹായ് ഹലോ ഇറ്റ്സ് മീ ലക്ഷ്മി. അതിപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ കുറച്ച് ഹെൽത്തിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. മോസ്റ്റ്ലി നഴ്സുമാർ അവരുടെ ഹെൽത്തിനെ കുറിച്ച് ഒട്ടും ബോധമല്ല. കാരണം ഡ്യൂട്ടി അവേഴ്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകാം. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്ക് വീട്ടിൽ പോകാം, വീട്ടിലെ കാര്യം നോക്കാം, കുഞ്ഞിൻ്റെ കാര്യം നോക്കാം, അങ്ങനെ പോകും. ഇതിപ്പോൾ അബ്രോഡ് നിൽക്കുന്നവരാണെങ്കിൽ 12 അവേഴ്സ് ഡ്യൂട്ടിയൊക്കെ ചെന്ന് അതുപോലെ തന്നെ സെയിം ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, കിടന്നുറങ്ങുന്നു, തിരിച്ച് വീണ്ടും ഡ്യൂട്ടിക്ക് വരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധമല്ല. നമ്മൾ പേഷ്യൻസിൻ്റെ ഹെൽത്ത് നോക്കുന്നു, അവരെ നന്നാക്കി വിടുന്നു, അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, നല്ല കെയർ കൊടുക്കുന്നു. അവർ തിരിച്ച് സിക്കായിട്ട് വന്നിട്ട് അവർ നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ച് പോകും. നമ്മുടെ കാര്യം നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എപ്പോഴും അൺഹെൽത്തി ആയിരിക്കും. ഫുഡ് നേരെ കഴിക്കത്തില്ല, റെസ്റ്റ് എടുക്കത്തില്ല, നേരെ ഉറങ്ങാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും പറയും, ഒഴിച്ച് വെള്ളം കുടിക്കാനുള്ള സമയം കിട്ടിയില്ലേ, ഫുഡ് കഴിക്കാനുള്ള സമയം നിനക്ക് കിട്ടിയില്ലേ, 12 മണിക്കൂർ ജോലിക്ക് പോയതല്ലേ, അതിൽ കൂടി പോയ ഒരു 10-20 മിനിറ്റ് നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും വെള്ളം കുടിക്കാനോ ഓടി പോകാനോ നമുക്ക് എപ്പോഴും വെള്ളം കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ ഫുഡ് ആ ഒരു സമയത്ത് കഴിക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടണമെന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ഇവിടെ ഈ സൗദിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് സൺ എക്സ്പോഷർ ഒന്നും കിട്ടത്തില്ല. എപ്പോഴും ഒന്ന് എ സിക്കകത്തായിരിക്കും, അതിൻ്റെ ഡ്യൂട്ടിക്കകത്തായിരിക്കും. ഒരു ഓഫ് കിട്ടുമ്പോഴത്തേനും ഇപ്പോൾ ഡേ ഓഫ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് വീട്ടിൽ വെക്കാനുണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ വാഷ് ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ കുറച്ച് കിടന്ന് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ടൈമാണ് നമ്മൾ ചിലപ്പോൾ മേ ബി സം ടൈം ഉള്ളിൽ പുറത്ത് പോകും, ഷോപ്പിങ്ങിന് പോകും. അത് പോകുന്നത് നമ്മൾ വാനിൽ പോകുന്നു, കാറിൽ പോകുന്നു, അവിടെ പോകുന്നു, ഷോപ്പ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഈ സൂര്യപ്രകാശവും കാര്യങ്ങളും ഒന്നും നമുക്ക് കിട്ടണില്ല. അപ്പോൾ അതിൻ്റെതായ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാഫിന് അത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും എന്തെങ്കിലും സപ്ലിമെൻറ്റ്സും ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കണം. നന്നായിട്ട് എനിക്കുള്ള അഡ്വൈസാണ് ഈ പറയുന്നത്. ഞാനായാലും ഇതുപോലെ തന്നെയൊക്കെയാണ്. എന്നാലും നമുക്ക് അഡ്വൈസ് കൊടുക്കാമല്ലോ. എല്ലാവരും നന്നായിട്ട് ഉറക്കമെന്ന് വെച്ചാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മെൻ്റലി ഫിസിക്കലി ഫുൾ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ഫുഡിനേക്കാളും ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറക്കത്തിന് കൊടുക്കണം. അപ്പോൾ അത്രയും ഉറങ്ങുമ്പോഴത്തേനും വെള്ളം കുടിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, അപ്പം ബോഡി അത്രയും വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒട്ടും ബോധറേ അല്ല. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓരോ അസുഖങ്ങളായിരിക്കും. കാലുവേദന, നടുവേദന, ബാക്ക് പെയിൻ, പിന്നെ വൈറ്റമിൻസ് ഒക്കെ കുറവായിരിക്കും, പ്രഷർ, ഷുഗർ, അത് ഇത്. നമ്മുടെ ഈ ഓവർ സ്ട്രെസ്സും ഓവർ വർക്കും കാരണം നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിൽ കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സമയത്ത് മാക്സിമം പറ്റുന്നത്ര ഉറങ്ങാൻ നോക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും ഒത്തിരി ഹെൽത്തി ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുക. പിന്നെ മാക്സിമം സമയത്തും ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ മെൻ്റൽ ഹെൽത്ത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എല്ലാവരുമായിട്ട് നന്നായിട്ട് മിണ്ടി സഹകരിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മൈൻഡിലിട്ട് നമ്മൾ ഈ ആരോടും പറയാണ്ട് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴത്തേനും അത് ഒത്തിരി മെൻ്റൽ സ്ട്രെസ് നമുക്ക് തരും. അതുപോലെ തന്നെ അത് നമ്മുടെ ജോലിയും ബാധിക്കും, നമ്മുടെ ഫാമിലി പേഴ്സണലിയും ഫിസിക്കലിയും ഒക്കെ നമ്മളെ ബാധിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യാം. നമുക്ക് ഇവിടെയുള്ള ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വിളിച്ച് അവരോട് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം സേഫ്. നമ്മുടെ ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ കീ ഓഫ് ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്ന് പറയത്തില്ല, അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ലൊരു ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും, ഇപ്പം നഴ്സുമാരെന്നല്ല എല്ലാ ഫീൽഡിലുള്ളവർക്കും അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.